ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ അന്വേഷണം ഇഴയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, പത്മകുമാർ അടക്കമുള്ള പ്രധാന പ്രതികളെ ആരെയും ചോദ്യം ചെയ്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റവും കേസിനെ ബാധിച്ചുവെന്നാണ് കണ്ടെത്തൽ. ജാനുവരിയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡി അന്വേഷണം തുടങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ കള്ളക്കളി തുടരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കേസിന്റെ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷണം ഉദാഹരണമായുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. ഈ കേസ് എങ്ങും എത്താതെ അന്വേഷിക്കുകയാണ്. ഇ ഡി ഒന്നും നിങ്ങൾ എന്തേ പറഞ്ഞത്? പിണറായി വിജയൻ്റെ സർക്കാരും CPM-ഉം ബന്ധപ്പെട്ട കേസിൽ ഇ ഡി എവിടെയെങ്കിലും അന്വേഷിക്കുക? ഏതെങ്കിലും കേസ് അന്വേഷിക്കുക? ഏത് കേസ് അന്വേഷിക്കണേ? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു കരുവന്നൂരിൽ പിടിമുറുക്കുന്നു ഇ ഡി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കെന്താ? അത് ഇ ഡി കരുവന്നൂരിലല്ല, CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ് പിടിമുറുക്കിയത്. അതായത് മര്യാദയ്ക്ക് BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചോളാൻ പറഞ്ഞു. BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു CPM നേതാക്കളെല്ലാം കൂടി. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, പിടി അയഞ്ഞില്ലേ കരുവന്നൂര്? അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വെറുതെ ഷോ അല്ലേ ഇതൊക്കെ? ഞങ്ങളൊരു നുണയും പറഞ്ഞിട്ടില്ല. നുണ മുഴുവൻ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചത് CPM. അതൊന്നൊന്നായി പുറത്തു വരും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, 4 മാസം മുൻപ് തുടങ്ങിയ അന്വേഷണമാണ്. അതെന്തുകൊണ്ടാണ് എങ്ങും എത്താതെ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം ഒക്കെ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? അത് ചില സാങ്കേതികമായ കാര്യങ്ങളാണ് ഇ ഡി ഉയർത്തിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോയി, പുതിയ ഉദ്യോഗസ്ഥർ വന്നിട്ടേ ഉള്ളൂ. അവരിനി കേസ് ഫയൽ പഠിക്കണം. മറ്റൊന്ന്, ഇതിൽ SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായും ഇ ഡിക്ക് ഇതിൽ ഏത് രീതിയിലാണ് കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിന് കുറ്റപത്രം വേണം. അപ്പോൾ അതെല്ലാമാണ് സാങ്കേതികത്വമായി പറയുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കേസിലെ തന്ത്രിയെയും പുരാരി ബാബുവിനെയും N വാസുവിനെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. പത്മകുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരികെ എത്തിയിട്ട് കുറെ ദിവസമായി. പക്ഷെ ഇതുവരെ അവർക്ക് നോട്ടീസോ അയക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. നിലവിൽ ഏറെക്കുറെ അന്വേഷണം ഇഴയുകയാണ്. അതിനിപ്പോ ഈ കുറ്റപത്രവും അതോടൊപ്പം തന്നെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കേസ് ഫയലും പഠിച്ച ശേഷമായിരിക്കും ഒരു തുടർ ചലനം ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, അതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റമാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമായത്. ഒരു സാങ്കേതിക കാര്യം എന്ന രീതിയിലാണ് ഇ ഡി അതിനെ ചൂണ്ടിക്കാട്ടുന്നത്, വിശദീകരിക്കുന്നത് എന്നതാണ് നമുക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.